വളരെ സിമ്പിളായിട്ട് പുറത്ത് പോകാനൊന്ന് റെഡി ആയാലോ? വളരെ സിമ്പിളെന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ളൊരു റെഡി ആവല. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈയാണ്. അപ്പം അതിന് വേണ്ടി മാത്രം ഡ്രൈനെസ് ഒന്ന് മാറ്റാൻ വേണ്ടി മാത്രം മുഖത്ത് എന്തെങ്കിലും ഒരു ക്രീം അപ്ലൈ ചെയ്യും. എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ അങ്ങ് നെറ്റി മുതൽ ചെറുവിരൽ വരെ അത്രയ്ക്ക് ഡ്രൈ ആയ സ്കിന്നാണ്. അതുകൊണ്ട് തന്നെ ലോഷൻ വാങ്ങി നാശാവലാണ് എൻ്റെ എല്ലാം മാസത്തെ ഒരു ബഡ്ജറ്റിൽ ഏറ്റവും കൂടുതൽ ലോഷനാണ് ഞാൻ കാശ് മുടക്കുന്നത്. ലോഷൻ ഇങ്ങനെ മാറ്റി 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 നോക്കും ഏതാണ് ബെറ്റർ ആയിട്ടുള്ള ലോഷൻ എന്ന്. അപ്പോൾ ഈ ഡ്രൈ സ്കിന്നിനുള്ള ഒരു ക്രീം മുഖത്തേക്കും. പിന്നെ മെയിനാണ് ലിപ്സ്റ്റിക്ക് ഇല്ലാതെ യാതൊരുവിധ പണിയില്ല. എൻ്റെ ഫ്രണ്ട്സ് അടക്കം എല്ലാവരും എന്നെ പറയുന്നത് ഞാനൊരു ലിപ്സ്റ്റിക്ക് തീനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീല് കണ്ടാൽ അത് ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ഞാനൊരു ലിപ് ബാം തേക്കും, എന്നിട്ടാണ് ലിപ്സ്റ്റിക്ക് തേക്കുന്നത്. ഈ ലിപ്സ്റ്റിക്ക് പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ലിപ്സ്റ്റിക്ക് കാണുമ്പോൾ നിങ്ങളോർക്ക് എന്തൊരു ദാരിദ്ര്യമാണ് ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കൂടെയെന്ന്. ലിപ്സ്റ്റിക്ക് വാങ്ങാത്തതല്ല, ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലിപ്സ്റ്റിക്കാണ്. എനിക്കിതിൻ്റെ കളർ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഈ തീർന്നിട്ടും ഇത് കളയാതെ ഞാൻ തോണ്ടി തോണ്ടി ഉപയോഗിക്കുന്നത്. ഇനി തിരിച്ച് നാട്ടിൽ പോയിട്ട് വേണം എനിക്ക് ഇതേ ഷെയ്ഡ് വാങ്ങാൻ. യൂഷ്വലി എനിക്കിതിൻ്റെ ഷെയ്ഡിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും ഞാൻ നോക്കലില്ല. അതുകൊണ്ട് എനിക്കിത് അറിയത്തുമില്ല. എൻ്റെ പുറകിലൊക്കെ ഉള്ളത് മാഞ്ഞു പോയി. 1 വർഷം മേളിലായി ഇത് ഞാൻ കൊണ്ടുവന്നിട്ട്. പീരിയം ചെയ്തു. തോണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഈ ലിപ്സ്റ്റിക്ക് തന്നെ കൊണ്ട് കാണിച്ചിട്ട്, ആ പഴയ കടയിൽ കൊണ്ട് കാണിച്ചിട്ട് വേണം എനിക്കിത് തന്നെ തരാൻ പറയാൻ. അതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഔട്ടിങ്ങും എനിക്കില്ല. ബ്ലഷൊന്നും വാങ്ങി നമ്മൾ പൈസ കളയാറില്ല, ബ്ലഷ് ഇടാറുമില്ല. ഇനി ഇടേണ്ട സാഹചര്യം വന്നാൽ, ഇടണം എന്നൊരു കൊതി തോന്നിയാൽ ഇതേ ലിപ്സ്റ്റിക്ക് എടുത്ത് 2 കവളയിലും തേക്കും, വേണേൽ ഇത്തിരി മൂക്കിലും തേക്കും. അതാണ് നമ്മുടെ ബ്ലഷ്. ഇന്നെന്തോ എനിക്കങ്ങനെ തോന്നി, ഒന്ന് കവളൊക്കെ ചുമന്നിരിക്കട്ടെ എന്ന്. രാത്രിയിലാണ് പുറത്ത് പോകുന്നതെങ്കിലും നമുക്ക് ഇച്ചിരി മേക്കപ്പ് വേണമെന്ന് തോന്നി ഇടുന്നതിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങനെ ആ ലിപ്സ്റ്റിക്ക് തന്നെ തോണ്ടി 2 കവളത്ത് ഒരു ശകലം തേക്കും. പിന്നെ മൂക്കൊന്ന് ചുമക്കാൻ വേണ്ടി മൂക്കിലും ഒരിത്തിരി തേക്കും. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ മേക്കപ്പ്. ചില സാഹചര്യങ്ങൾ ഞാൻ കണ്ണെഴുതാറുണ്ട്. പക്ഷേ ഇങ്ങനെ രാത്രിയിലൊക്കെ പുറത്ത് പോകുമ്പോൾ ഞാൻ കണ്ണെഴുത്ത് കൂടുതൽ ഒഴിവാക്കാറാണ് പതിവ്. കണ്ണെഴുതി കഴിഞ്ഞാൽ പിന്നെ അത് തുടച്ച് കളയാതെ നമുക്ക് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ രാത്രിയിലൊക്കെ എവിടെയെങ്കിലും പോകുമ്പം എഴുതാതെ പോകാറാണ് പതിവ്. കണ്ണെഴുതണമെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനോ പാർട്ടിയോ കല്യാണമോ അങ്ങനെയൊക്കെ വേണം. അല്ലാതെ ഞാനങ്ങനെ കണ്ണെഴുത്തില്ല. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ മേക്കപ്പ്. ഇനിയുള്ളത് ഈ തട്ടം ചുറ്റുക എന്നുള്ളതാണ്. പണ്ട് ഭയങ്കര മോഡേണായിട്ട് ഉള്ളിൽ ടർബനൊക്കെ കെട്ടി ഈ ഭയങ്കര ഹൈറ്റിൽ തട്ടം കുത്തുന്ന ആളായിരുന്നു ഞാൻ. ഇപ്പം എന്തോ എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല. ജസ്റ്റ് എല്ലാവരും ചെയ്യുന്ന മാതിരി ഒന്ന് ചുറ്റിയിടുക, അത്രയേ ഉള്ളൂ. അതിനധികം പണ്ടൊക്കെ ഇതിനൊക്കെ ഒത്തിരി സമയം എടുത്തുകൊണ്ടിരുന്ന എനിക്ക് ഇപ്പം ഇതിനൊന്നും ഒത്തിരി സമയം വേണ്ട എന്നുള്ളതാണ് സത്യം.